മസ്കോളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെട്ടുകേക്കാണ്. ചായക്കടയിലെ താരമായിരുന്ന വെട്ടുകേക്ക് അല്ലെങ്കിൽ റവ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഈ വെട്ടുകേക്ക് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വെട്ടുകേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു 2 കപ്പ് മൈദയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക. മധുരത്തിനായിട്ട് നമ്മൾ പഞ്ചസാര ഏകദേശം 1/4 കപ്പ് പഞ്ചസാര കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് 1 കപ്പ് വരെ പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കളറിന് വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടുതൽ കളർ ആവശ്യമുള്ളവർക്ക് യെല്ലോ കളർ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിതിലേക്ക് എസൻസ്, നമ്മളൊരു പൈനാപ്പിൾ എസൻസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഏലക്കായ ഉണ്ടെങ്കിൽ 2-3 ഏലക്ക പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത് മൈദ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. ഇത് നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദയും ഒരു 1/2 കപ്പ് റവയും കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ഈ മിക്സർ യോജിപ്പിക്കുക. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് മുട്ടയുടെ അളവ് കൂടുതലായി തോന്നുമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2.5 കപ്പോളം മൈദയാണ് ഇപ്പൊ നമുക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയ മുട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം അതൊരു ചപ്പാത്തി മാവിന്റെ ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളയുടെ അളവ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി നമ്മൾ കുഴച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 1/2 മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നന്നായി ഒന്ന് കുഴച്ച് മാവ് ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി വെക്കുക. ഏകദേശം ഒരു 1 മണിക്കൂറിന് ശേഷം മാവ് നന്നായി പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം നമുക്കത് വെട്ടുകേക്കിന്റെ ആകൃതിയിലേക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഒരു ഏകദേശം 2 മണിക്കൂർ വരെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നന്നായി തന്നെ പൊങ്ങി വരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരു പരന്ന പാത്രത്തിലേക്ക് നന്നായി ഒന്ന് പരത്തിയെടുക്കുക. നമുക്ക് എത്രത്തോളം അളവിലാണോ കനത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് പരത്തിയെടുക്കുക. ഏകദേശം ഒരു സ്ക്വയർ രൂപത്തിലേക്ക് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി. എന്നതിന് ശേഷം നമുക്ക് കത്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഡയമണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത പീസ് അതിന്റെ ഒരു സൈഡിൽ ഒരു വെട്ടുകൂടി കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളിതിനെ വെട്ടുകേക്ക് എന്ന് പറയുന്നത്. ഏത് ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുത്തതിന് ശേഷം അതിന്റെ സൈഡിൽ നമ്മളൊരു വെട്ട് കൊടുത്ത് എണ്ണയിൽ വറുത്തെടുക്കുന്ന സമയത്ത് അത് എണ്ണയിൽ നന്നായി മൊരിഞ്ഞു വരുന്ന സമയത്ത് അതൊന്ന് വിരിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം അതിന് ഒരു പ്ലസ് രൂപത്തിൽ മുകളിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പൂവിന്റെ രൂപത്തിലേക്ക് വിരിഞ്ഞു വരുന്നതായിട്ട് കാണാം. അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ മാവ് അങ്ങനെ കത്തിക്കൊണ്ട് വെട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണിത്. നമുക്ക് വറുത്തെടുക്കുന്ന സമയത്ത് ചൂട് ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ പാടുള്ളൂ. കൂടുതൽ ചൂടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിന്റെ പുറം വശം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ആകം വേക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ഇതുപോലുള്ള വെട്ടുകേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടപ്പെടും. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് വാസ്കോ വ്ളോഗ്സ്.